കെട്ടിക്കോട്ടെ. സന്ധ്യ കഴിഞ്ഞല്ലോ, ഇവരൊക്കെ എവിടെ? രാധുവേട്ടത്തിയോ ആദ്യേട്ടനും പുറത്തു പോയേക്കുക. പുറത്തോ? ഈ നേരത്തോ? ആദ്യേട്ടാ, അതുണ്ടല്ലോ. എന്ത്? എനിക്ക് നിനക്ക്? ഞാൻ പറയട്ടെ. പറ. നാളെ ഇവിടുന്ന് പോവല്ലേ? നമുക്കിനി ഇവിടെ വരെ വരണോ? പിന്നെ എന്നാ നമുക്ക് ഇവിടെ കൂടിയാലോ? എനിക്ക് സമ്മതാ. പോരി. വന്നില്ലേ? അളിയനെന്താ ഇവിടെ? എന്തൊരു മണം. ഗുഡ് നൈറ്റ്. ഇത്ര വേഗം ഉറങ്ങാറായോ? അല്ല, മണം ഗുഡ് നൈറ്റിന്റെയാ. ഓ, നിനക്ക് ഉറങ്ങാറായില്ലേ? വന്നില്ല. ആര്? ഉറക്കോ? അല്ല പിന്നെ രാധു കെട്ടുകഴിഞ്ഞ് വെച്ച് കൂടെ പൊറുക്കാനായിട്ടില്ല. ഇന്ന് ഞാനാ നിന്റെ പേരെ കിടക്കണേ. അയ്യേ, നീയും ഞാനും? അവൾ അവിടെ അക്കുവിന്റെ കൂടെ കിടക്കും. കെട്ടുകഴിഞ്ഞ് വെച്ച് വീട്ടുകാരറിയാണ്ട് ഒന്നും വേണ്ട. വാ, വന്ന് കിടക്ക്. എന്റെ ഉറക്കം പോയി. ഞങ്ങൾ ഇറങ്ങട്ടെ മുത്തശ്ശി? പോയിട്ട് വാ, എത്തിയിട്ട് വിളിക്കണം കേട്ടോ. ആദി, നോക്കിക്കോളണേ. പോട്ടെ. പോട്ടെ. മതി മതി. ഓ, ഈ അളിയൻ. ജാനിയമ്മേ, ബാലുവച്ച. വന്നോ? എത്രയോ നാളിന് ശേഷം കാണുന്ന പോലെയുണ്ട്. എന്നിട്ട് എന്നോട് പുറത്തു പോകാൻ പറയുന്നേ? അത് ഞാൻ പറയും. ഞാൻ ഒന്ന് ചെന്ന് കുളിച്ച് കിടക്കട്ടെ. ഹലോ, അവിടെ എത്തിയോ? കുറച്ചു മുമ്പ് എത്തി. നാളെ കാണാം. പാലക്കാട് എപ്പിടി മോളെ? എന്ത് രസാ ശരിക്കും പറഞ്ഞാലേ. ഒരു കൊച്ചു ഗ്രാമം, തറവാട്, കുളം, കാവ്, നമ്പ്യാർ വട്ടം. ഒരാഴ്ചയായി ഇതന്നെ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. പോടാ. സിസ്റ്റർ, വൺ ബെഡ് മേക്കിംഗ്. ഞാൻ അഡ്മിഷൻ രജിസ്റ്റർ എടുത്തിട്ട് വരാം. സിസ്റ്റർ, കണക്ട് ദി മോണിറ്റർ. അച്ഛാ, ഫ്രീ ആണോ? ആടാ, ഞാൻ ഈ ഫയലൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. 3 മാസം കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറണ്ടേ? ഇനി നിന്നെ ഇങ്ങോട്ട് വിടുന്നു തോന്നുന്നില്ല നിന്റെ അമ്മ. അച്ഛാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പറ. എടാ പണ്ടാരക്കാല, നീ അവളെ കെട്ടിയാ? പ്രത്യേക സാഹചര്യത്തിൽ പറ്റിപ്പോയി. എടാ നരി പിടിച്ചതന്നെ. സരി ഇനി എന്താവോ? മോളെ, സാർ ആദ്യം എന്നോടെല്ലാം പറഞ്ഞു. അത് എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ? എന്താടാ ഇങ്ങനെയൊക്കെ? മോളെ ആദ്യം കണ്ടപ്പോഴേ എനിക്കിഷ്ടായി. എൻ്റെ ആദിക്ക് ചേരുന്ന് ഞാൻ ആലോചിച്ചിരുന്നു. അതെ, അച്ഛനാ. എന്താ കാണണെന്ന് പറഞ്ഞേ? നാളെ പുറത്തു പോയാലോ? പിന്നെന്താ, പോവാലോ. എവിടെയാ പോണ്ടേ? ബീച്ചിലോ റിസോർട്ടിലോ?
എടാ കോലനളിയാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നീ കേട്ടട്ടെ. അതപ്പം ഇതിപ്പം. ഹും. ആദി, ഇവനിവിടെ ഇല്ലേ? ഓ, കുളിക്കുകയാണോ? രാധു, ഹലോ ആദിയേട്ടാ. നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തായിരുന്നു, അതുകൊണ്ട് എടുക്കാഞ്ഞേ. എന്തൊന്നും മിണ്ടാത്തെ? പിണങ്ങല്ലേ രാധിക? ഞാൻ ആദിയുടെ അമ്മയാ. അത് തൂക്കിയല്ലോ നാഥ. എനിക്ക് രാധിക ഒന്ന് കാണണം. നാളെ ഡ്യൂട്ടി കഴിഞ്ഞ് ബീച്ചിലേക്ക് വാ. ഇപ്പം ആരും ഒന്നും അറിയണ്ട. മുത്തപ്പാ, നീയും ആദ്യമായിട്ട് എന്താ ബന്ധം? അത് എന്നോട് കള്ളം പറയരുത്, അതെനിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ ഇഷ്ടത്തില്ല. അതാ ആൻറ്റി, എനിക്ക് കുട്ടിയോട് ഒരു ദേഷ്യം ഉണ്ടായിട്ടല്ല, പക്ഷെ എനിക്ക് പറഞ്ഞേ പറ്റൂ. നീ അവനെ വിട്ടേക്ക്. ആൻറ്റി, ചെറുപ്പം തൊട്ടേ ഭവ്യക്ക് അവനെ ഇഷ്ടമാണ്. ഞാനും പറഞ്ഞതാ, ഒത്തിരി ആശ കൊടുത്തതാ. എനിക്കിനി മാറ്റാൻ കഴിയില്ല. നിന്റെ കയ്യിലെ രണ്ടുപേരെ ജീവിതം. ഞാൻ എന്താ ചെയ്യാ മുത്തപ്പ? എനിക്കറിയില്ല. ആ ചേച്ചിയോട് ചെയ്യുന്ന തെറ്റല്ലേ? കുഞ്ചൂസ് ഏത് വിളിക്കുന്നുണ്ട്? കണ്ണേട്ടാ, ഇപ്പൊ വരാൻ പറ്റില്ല, എനിക്കിവിടെ പണിയുണ്ട്. അത് ഞാൻ നോക്കിക്കോളാം. വേണ്ട, നിനക്ക് തന്ന പണി ചെയ്താ പോരെ, ഇപ്പൊ വരാൻ പറ്റൂല. എന്താടാ വാവേ? എന്താ നിന്റെ പ്രശ്നം? എന്ത് പ്രശ്നം? ഇങ്ങോട്ട് നോക്ക്. ഡോക്ടറെ, കുഞ്ഞ് കഴിയുന്ന കണ്ടില്ലേ? പിന്നെ സംസാരിക്കാം. എനിക്ക് വേറെ വഴിയില്ല ആദ്യേട്ടാ. കുഞ്ചു, ബീച്ചിൽ പോയാലോ? പോവണോ? വാടി, ഒത്തിരി ആയില്ലേ പോയിട്ട്. ആദ്യേട്ടൻ. ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ സംസാരിക്ക്. എന്താ നിന്റെ പ്രശ്നം? എന്നാ ഒന്ന് സംസാരിച്ച ഫോൺ എടുക്കുന്നില്ല. എനിക്കൊന്നും സംസാരിക്കാനില്ല. അത് തന്നെ പുല്ല് നിന്നോട് ചോദിച്ചേ. എനിക്ക് നിങ്ങളോട് ഒന്നുമില്ല. അത് എനിക്ക് വെറും അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഈ രാധിക ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അത് നിന്നെ. പക്ഷേ എനിക്ക് പറ്റില്ല പറയാൻ. അതെന്റെ കണ്ണേടനെ. അത് നിങ്ങളോട് അടുത്തപ്പോഴാ എനിക്ക്. വേണ്ട, ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു. അതിനോടോടി എപ്പോഴും ഇത് വേണം വേണമെന്ന് പറഞ്ഞത്. ആദ്യമായിട്ടാ ഇതിനൊരു വിലയില്ലാണ്ട് ആക്കി കളഞ്ഞല്ലോ നീ. എനിക്ക് ഞാൻ വാക്ക് തരാ, ഈ ആദി ഒരിക്കലും രാധികയെ തേടി ഇനി വരില്ല. അല്ല, കുഞ്ചു വന്നില്ലേ? ആവോ, വിളിച്ചപ്പോ വയ്യാന്ന് പറഞ്ഞു. പിന്നെ കണ്ണും മുഖം ഒരുമാതിരി ഉള്ളോണ്ട് ഞാനും നിർബന്ധിച്ചില്ല. എന്തോ പ്രശ്നമുണ്ട് കണ്ണേട്ടാ. അക്കു, നീ വന്നോ? ഈ റിങ് നോക്കിയേ. ഇതാർക്കമ്മായി? നീ മറന്നോ ആദ്യയുടെയും ഭവ്യയുടെയും എൻഗേജ്മെന്റിന്? ആദ്യേട്ടൻ എവിടെ? അവൻ ഇന്നലെ വന്നില്ലല്ലോ. ഞാൻ വിചാരിച്ചു നിന്റെ അടുത്തുണ്ടെന്ന്. അമ്മായി ആദ്യേട്ടനോട് ചോദിച്ചോ? ഇല്ല, അവന് ഇഷ്ടാവും. അത് വേണ്ട അമ്മായി, ആദ്യേട്ടന് വേറെ ഇഷ്ടമുണ്ട്. രാധിക. അമ്മായി എങ്ങനെ അറിഞ്ഞു? നീ ഇതിന് നിൽക്കരുതായിരുന്നു അക്കു. അമ്മായി, നീയും കാണുന്നതല്ലേ ആദ്യനോട് മിണ്ടാൻ കാത്തിക്കുന്ന ഭവ്യ മോളെ. ഇനി ആ കുട്ടി വരില്ല, ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ സരയു, നീ എന്താ കുട്ടീനോട് പറഞ്ഞേ? അമ്മ ഇതെന്താ കാണിച്ചേ? അതിനോട് എന്തൊക്കെയാ പറഞ്ഞേ? സരയു, വേണ്ടാന്ന് വെച്ച കുട്ടിയെ നിന്റെ മോനാ ആദ്യം പോയി ഇഷ്ടം പറഞ്ഞത്. അതിനോട് തന്നെ നീ. ഇഷ്ടം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇഷ്ടം മാത്രല്ല, ആദ്യേട്ടന്റെ ഭാര്യ രാധിക. നോ, സത്യാണ്, നിന്റെ ആദിയുടെ പെണ്ണാവള്. ആദി തറവാട്ടിലെ കൃഷ്ണന്റെ അമ്പലത്തിലായിരുന്നു താലികെട്ട്. ഞാൻ ആ കുട്ടിയോട്. വേണ്ടായിരുന്നു സരയു,
സ്വന്തം ഭർത്താവിനെ ഞാൻ മറക്കാൻ നീ പറഞ്ഞേ, അതിന്റെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും. അത് രാമേട്ടാ. ഹലോ കണ്ണേട്ടാ. ആ പറക്കൂ. കണ്ണേട്ടാ, ആദ്യമായിട്ടും വീട്ടിലെത്തിയിട്ടില്ല. ഇന്നലെ പോയതാ. എനിക്ക് പേടിയാവുന്നുണ്ട്. അവൻ എവിടെ പോവാനാ? ഞാൻ നോക്കട്ടെ. ഇത് ആദിയുടെ കാറല്ലേ? യദു, എന്താ ഇത്? മതി. ഇതാര്? രക്ഷകനോ? നിനക്കെന്താ ഇവിടെ കാര്യം? ആദി മതി, വാ വിടന്നെ. എനിക്ക് കുടിക്കണം. എന്റെ കാര്യം ആരും നോക്കണ്ട. ആരും ഒക്കെ പോയില്ലേ? എടാ, മര്യാദക്ക് വന്നോ? ഇല്ല, എനിക്ക് വയ്യ, മടുത്തു. അത്ര സ്നേഹിച്ചല്ലേ ഞാൻ. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അത് പറഞ്ഞു തീർക്കണ്ടേ? എന്ത് പറയാൻ? ഇനി എന്താ ഞാൻ പറയണ്ടേ? അവളെന്നെ പറ്റിച്ചതാ, ഉള്ളില് വേറെ ആളെ വെച്ച്. യദു, വേണ്ട, അനാവശ്യം പറയണ്ട. അനാവശ്യമല്ല. നിന്റെ കുഞ്ചുവിന് നിന്നെ തന്നെ ഇഷ്ടം. ഡാ പുല്ല്, വെളിവില്ലാണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ. അവള് തന്നെയാ പറഞ്ഞത്, അവൾക്ക് അവളെ കണ്ണേട്ടനെ ഇഷ്ടന്ന്. അതെ, സത്യ ഞാനീ പറയണേ. എന്താ കണ്ണേട്ടാ? ഡേറ്റ് ഉറപ്പിക്കട്ടെ. എന്തിന്റെ? നമ്മളെ കല്യാണത്തിന്. എന്തൊക്കെയാ കണ്ണേട്ടൻ നീ പറയുന്നേ? കുടിച്ചിട്ടുണ്ടോ? എപ്പോഴാടി കുടിച്ചാ ഞാൻ ഇങ്ങനത്തെ വർത്താനം പറയല്? നിനക്കല്ലേ എന്നെ ഇഷ്ടം? വാ കേട്ടാ. എന്നെ വീട്. കണ്ണേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? കളിക്കല്ലേ. ഇനി എന്റെ കയ്യിൽ നിന്ന് കിട്ടിയ നീ ഉണ്ടാവില്ല. എന്തൊക്കെയാ കുഞ്ചു നീ അതിനോട് പോയി പറഞ്ഞേ? എല്ലാം തകർന്ന് നിൽക്കുന്നുണ്ട് അവിടെ. അതിന് മാത്രം എന്താണ് നിനക്ക്? ആദ്യേട്ടൻ, കണ്ണേട്ടാ ഇത് ശരിയാവില്ല. എല്ലാം ഈടം വരെ കൊണ്ടെത്തിച്ചിട്ട് നിനക്ക് വേണ്ടി അവൻ അവന്റെ UK പോലും പോകുന്നില്ല. കണ്ണേട്ടാ. കണ്ണ, എല്ലാം സാറോ? ആദ്യം എന്നോടെല്ലാം പറഞ്ഞു. എന്റെ കുട്ടിയെ. എന്റെ കുഞ്ചു അങ്ങനെയല്ല സാർ. അല്ല, മോൾ അങ്ങനെയാണെന്നല്ല. ആദ്യം എൻ്റെ അടുക്ക് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. അച്ഛാ. ആദി, ഞാൻ ഈ ഫയലൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. ഒരു 3 മാസം കൂടി കഴിഞ്ഞാ ഇങ്ങോട്ട് തന്നെ കയറണ്ടേ? ഇനി നിന്റെ അമ്മ നിന്നെ ഇങ്ങോട്ട് വിടുന്നു തോന്നുന്നില്ല. അച്ഛാ, ഞാനിവിടെ നിന്നോട്ടെ അച്ഛാ. ഇതെന്താ ഇങ്ങനെ തോന്നാൻ? എനിക്ക് ഇവിടെ നിന്ന് പോവാൻ പറ്റില്ല. ആദി. അതെ അച്ഛാ, എനിക്ക് വയ്യ അതിനെ വിട്ടു പോവാൻ. പറ്റില്ല എന്നെ കൊണ്ട്. ആദ്യേട്ടാ, ഇനി നിങ്ങൾ പോയിട്ട് എപ്പ വരും? എവിടെ പോവാൻ? അല്ല, ഇപ്പൊ തന്നെ 3 മാസമായില്ലേ? 6 മാസല്ലേ കണക്ക്? ഇത് നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു, പറ. ഞാൻ പോകണോ? അങ്ങനെ ചോദിച്ചാ പോകണം. ആദ്യേട്ടന് അവിടെയില്ലേ ജോലി? അത് വിട്ട് നിക്കണ്ട. എന്നാ നീയും പോര്. ഞാനൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കാത്തിരുന്നോളാം. എത്ര നാള് കാത്തിരിക്കും? എത്ര നാള് വേണമെങ്കിലും കാത്തിരുന്നോളാം. ഓഹോ, അത്ര വലിയ സീത ആവണ്ട, ഞാൻ ഉണ്ടാവും ഇവിടെ. നിനക്ക് വേണ്ടി അവനവന്റെ ആഗ്രഹങ്ങളും ജോലിയും മാറ്റിവെച്ച് വന്നിട്ട് വെറുതെ ആക്കി കളഞ്ഞല്ലോ മോളെ നീ. ഇതിനും മാത്രം അവനെ ദ്രോഹിക്കാൻ? മതി കണ്ണേട്ടാ, ഇനി ഒന്നും പറയല്ലേ. ഒരമ്മേന്റെ കണ്ണീരിന്റെ അത്രയൊന്നും എന്റെ കണ്ണീര് വരില്ല. കുഞ്ചു, ആ അമ്മ കണ്ണ് കറങ്ങി പറഞ്ഞപ്പോ കണ്ണു നിൽക്കാൻ കഴിഞ്ഞില്ല. ആ അമ്മയ്ക്ക് മകനെ കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. അത് തകർക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ എന്താ ചെയ്യ? എനിക്ക് ആരുടെ ജീവന അച്ഛൻ. കുഞ്ചു, ആദി, അത് അമ്മേ, ഞാൻ ഇന്ന് UK പോകും. ആദി, ഇനി അമ്മ പിന്നാലെ നടന്ന് പറയണ്ട. എനിക്ക് എൻഗേജ്മെന്റിന് സമ്മതാ, ബട്ട്
ഐ നീഡ് എ ടൈം. സരയു, അമ്മേട്ടാ, എന്റെ കുട്ടി ഈ 2 ദിവസം കൊണ്ട് അവൻ വല്ലാണ്ട് മാറിയല്ലോ. ഏത് കേട്ടാ, ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇല്ല, നീ പൊക്കോ. ഹലോ കണ്ണ. ആ അങ്കിളെ പറ. ആദ്യം ഇന്നത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോവും. എന്താണ് ചെയ്യുക? ഏ എനിക്കൊരു വഴി കാണിച്ചു തരൂ നീ. രാധു. ആ ആമിയോ, സുഖാണോ? യദുവേട്ടൻ നിന്റെ മുമ്പിൽ വരില്ല എന്ന് പറഞ്ഞോ? ഇനി ഒരിക്കലും വരില്ല. ഏട്ടൻ ഇന്ന് UK പോവുക. എല്ലാം ഇതുകൊണ്ട് തീർന്നു. ഇനി ഒരിക്കലും എൻ്റെ ഏട്ടനെ രാധ കാണരുത്. ഹാമി, UK പോയാ ഏട്ടൻ പതിയെ മറന്നോളൂ. പിന്നെ ഭവ്യേച്ചിയായിട്ട് ജീവിച്ചോളൂ. ഹലോ, ഒരു കനൽ എരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെ കത്തി കേറിക്കോളൂ. അമ്മേ, ഇയാൾക്ക് കണ്ണു കണ്ടൂടോ? കണ്ണേട്ടാ, ആദ്യേട്ടൻ എനിക്ക് കാണണം. ഇന്ന് തിരിച്ചു പോവാ. ഓ, എന്താ കണ്ണേട്ട ഒന്നും പറയാത്തെ? ഞാനെന്ത് പറയാൻ, എല്ലാം വിട്ടതല്ലേ, അവ പോട്ടെ. പറ്റില്ല, ഞാൻ എങ്ങോട്ടും വിടില്ല. എന്റെ കെട്ടിയോൻ അങ്ങേര്. അപ്പൊ നീയല്ലേ അവനോട് ഇഷ്ടല്ല പറഞ്ഞേ? എന്റെ അവസ്ഥ അതായിപ്പോയി. പക്ഷെ ഇനി ഞാൻ ഒന്നിനും വിട്ടു കൊടുക്കില്ല. ഇവിടെ എന്താ ആരും കാണാത്ത? അച്ഛ, ആദ്യേട്ടൻ എവിടെ? ആദി എയർപോർട്ടിലേക്ക് പോയല്ലോ. ഇല്ല. അസു, ആദ്യേട്ടൻ എവിടെ? യദുവേട്ടൻ പോയി. ഇല്ല ആദ്യേട്ടാ. വേണ്ട കുഞ്ചു, ഇനിയെങ്കിലും അതിനെ വിട്ടേക്ക്, പൊക്കോട്ടെ. ഒക്കെ പോയി. എന്റെ തെറ്റ, വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. ആദ്യേട്ടാ, തിരിച്ചു വാ. പോവില്ല. ഇതെന്താ, ഇഷ്ടല്ലാത്ത ആള് പോയാ ഇങ്ങനെ കരയോ? ആദ്യേട്ടാ. ആദ്യേട്ടാ, സോറി. ഇനി എന്നെ വിട്ട് പോവല്ല. ഞാനാണോ? നീയല്ലേ? രാധു, ആന്റി, എനിക്ക് എൻ്റെ കണ്ണീരിൽ നീ ഇത്രയും വില കൊടുക്കുന്ന നിന്നെ ഞാൻ കാണാതിരിക്കോ കുട്ടിയെ? എൻ്റെ മോളെ ഇവൻ്റെ ഭാര്യയാണെന്നൊന്ന് പറഞ്ഞുകൂടെ എനിക്ക്? അത് ഞാൻ ഇല്ലാതാക്കോ? അത്ര ദുഷ്ടിയൊന്നല്ല ഞാൻ. അയ്യോ, അല്ല, പേടിച്ചിട്ടാ ഞാൻ. സോറി. ഈ അമ്മേനോട് ക്ഷമിക്കടാ. അയ്യോ അമ്മേ. ഹേ ഡോക്ടറെ, ഇനി നിങ്ങൾക്ക് UK പോണോ? എന്തിനി? അല്ല, വേണപ്പൊക്കോ. എനിക്കിപ്പോ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഓ, ഇപ്പൊ നമ്മൾ ഔട്ട്. ഞാൻ പോവൂല. അമ്മേ, ഇങ്ങനെ എന്നെ കൊല്ലുന്നേ. എന്താ എന്താ കണ്ണേട്ടാ? ഇതിനെ ഒന്ന് പിടിച്ചു മാറ്റുവോ? മനുഷ്യനെ കൊല്ലുന്നേ. ഉണ്ണിയേട്ടാ, ഇവനെ ഞാനിന്ന് കൊല്ലും. ഉണ്ണി, വിടണ ചെക്കനെ. എന്താണ് നിനക്ക്? അമ്മ ഈ നാറി എന്നെ. നിന്നെ
എന്നെ കയറി പിടിച്ചു. ഏ ഏ അയ്യേ എടാ പന്നി. അങ്ങനെയല്ല, ഈ പൊന്നി ഉറക്കത്തില് എന്തോ അക്കൂന്നോ എന്തോ വിളിച്ചിട്ട് കവിളില് കടിച്ചു. ഹേ ഇവനാ ഞാനിന്ന്. അയ്യോ തല്ലല്ലേ, എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ മതി, ഞാൻ നന്നായിക്കോളാം. അതെ, നല്ലോണം വേദനിച്ചോ? പോടാ. ഹലോ, ഒരു കനൽ എരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് ആളിക്കത്തിക്കോളൂ. അമ്മേ, ഇയൊക്കെ കണ്ണ് കണ്ടൂടെ? എന്റെ സ്വപ്ന നായകൻ. വല്ല സ്വപ്നത്തിലാണോ ഞാൻ? രാധു തന്നെ ഇത്. ഇതെന്താ ഡബിളോ? രാധു, നീ ഇത് കൂടെ പോയി അത് കൂടെ വന്നോ? ഇതെന്താ മുടിയൊക്കെ വെട്ടി ഷർട്ടൊക്കെ ഇട്ടിട്ട്? നീ എന്താടെ ആളെ കളിയാക്കുന്നോ? ഒറിജിനലാ? ആണ്. അതെ, സ്വപ്നത്തിൽ അതേ തണ്ടി. സ്വപ്നത്തിൽ പോലും പന്നി ഇങ്ങനെ തല്ലിയില്ല. എന്തിനാണോ താൻ എന്നെ തല്ലിയേ? ഡീ, എന്റെ കുട്ടിയോട് നീ എന്തൊക്കെയാടി പറഞ്ഞേ? ഞാനെന്ത് പറഞ്ഞേ? ദേ ഒരെണ്ണം. നിനക്ക് ഞാൻ ബാക്കി തരാം, ആദ്യം ഞാൻ അവനെ കാണട്ടെ. നിക്ക് താൻ ഇത് ആരെയാ കാണാൻ പോന്നേ? അവനില്ലേ, എന്റെ പെങ്ങളല്ലാണ്ട് വേറെ കെട്ടാൻ പോന്നവനെ. ഇങ്ങേരിതെന്ത് തേങ്ങയാ പറയുന്നേ? മാറടി. ഡാ നിക്കടോ. മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ടിട്ട് പോയോ? അതിലെ കാവലടിച്ച് പൊട്ടിക്കും ഞാൻ. ഓ അങ്ങനെയായിരുന്നല്ലേ, സോറി കുട്ടി. അത് കുഴപ്പമില്ല, ഞാൻ തന്നോളാം. അമ്മേ. ഡീ, ഒരാവശ്യമില്ലാണ്ട് എന്നെ തല്ലിയേനി. പോട്ടെ, ഒന്നും കൂടി തരുവേനു. പക്ഷേ സ്വപ്നനായകനായിപ്പോയി. ഡാ എഴുന്നേക്കടാ. എന്താ അമ്മ? ഉച്ച വരെ കിടന്നുറങ്ങി ഹീലിച്ചിനി. എഴുന്നേറ്റ് പോടാ. എവിടെ പോയി കക്ഷികള്? അമ്മയുടെ പൊന്നെ, കുളിച്ചെന്നെ അമ്മക്ക് തണുക്കുന്നുണ്ടോ? കുളിച്ച് ചുന്ദരിയായിട്ട് മുട്ടപ്പരം കാണാൻ പോണ്ടേ? ഇതാര്? അച്ഛന്റെ കുഞ്ഞ് കുളിച്ചു വാ. അതെ, നമ്മൾ അച്ഛനെ പോലെ വേഗോളം ഉറങ്ങാറില്ല അല്ലേ? ആദ്യേട്ടാ, സമയായി, ചെന്ന് മാച്ച് പോവണ്ടേ? ആദി, ഇറങ്ങാൻ നമുക്ക്. വരൂ അമ്മ. അയ്യോ, ഇതാരി? അച്ഛമ്മയുടെ മുത്തുമണിയാ. ചുന്ദരിയായിനപ്പ. വാ പോവല്ലേ? ഏട്ടത്തി, അക്കു, ഇതാരി? മാമിയുടെ വിച്ചൂട്ടനാ? വല്യച്ഛന്റെ ചുന്ദരിമണിയെ. എല്ലാരും വാ, അങ്ങോട്ട് പോവാൻ പറഞ്ഞു. പാൽമണമൂറും മധുരങ്ങളോടെ പായസമരുളുകയായി, രസമോടെ നുണയുകയായി. ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ സരിയൂ. ലേറ്റ് ആയിപ്പോയി. ആണോ? നിന്റെ കെട്ടിയോന്റെ വീട്ടിൽ തന്നെയല്ലേ അക്കും കണ്ണനും? ഓ, ഞാനീ വയറും വെച്ച് വരണ്ടേ? അത് എന്റെ കുഞ്ഞിന്റെ മേത്ത്. പോടോ ഹേ. ഇതാര്? മേമയുടെ തമ്മണിയാ? ആരുട്ടിയെ? അമ്മേനെ കണ്ടാ നീ? നന്ദിനിക്കുട്ടിന്ന് വിളിച്ചാട്ടെ. നന്ദിനിക്കുട്ടി കേൾക്കുക നോക്കട്ടെ. മണിക്കുട്ടിയെ, പുല്ല് തിന്നുന്നുണ്ടാ നീ? നിറച്ച് തിന്നോ.
എന്നാലല്ലേ വയറ്റിലുള്ള നന്ദിനിക്കുട്ടി ഉഷാറാവൂ. അങ്ങനെ പൊന്നൂട്ടീൻ്റെ ചോറൂണ് കഴിഞ്ഞ്. എന്നാ മോള് ചെന്ന് കിടക്ക്, നേരം കുറേ ആയില്ലേ. കുഞ്ഞു ഉറങ്ങിയോ? അച്ഛനും മോളും അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ചെല്ല്. ഇത് ഏടിയാന്ന് കിടന്നിനി? അതേട്ടാ, ആരോട്ടിക്ക് 6 മാസമായില്ലേ. ഒരാഗ്രഹം പറഞ്ഞ കേക്കോ? എന്താണൊരു മുഖവരിയൊക്കെ? അത് ആരോനെയും കൂട്ടി മലയ്ക്ക് പോവോ? പോവോ? പോവാ. എന്ത്? ഏതൊരു പെണ്ണിന്റെയും അൺലക്കി ഡ്രീമിലൊന്നാണ് അയ്യപ്പനെ കാണാൻ. അതെന്തായാലും നമ്മൾ ആരോന് വേണ്ട. പോകാൻ പറ്റുന്നിടത്തോളം അവള് പോട്ടെ, കണ്ണ് നിറയെ കാണട്ടെ. ആണോ? അച്ഛൻ്റെ കുഞ്ഞിപ്പെണ്ണിനി അയ്യപ്പനെ കാണണോ? കണ്ണേട്ടാ, 3 മാസം കഴിഞ്ഞാ വിച്ചൂട്ടിനും ചോറിന് കൊടുക്കുക അല്ലേ? എത്ര പെട്ടെന്നാ ഈ കാലൊക്കെ ഇങ്ങനെ പോന്നേ. ഒരു കണക്കിന് ശരിയാ. എന്നാ ഈ കാലം പോകുമ്പോ നമുക്കൊന്ന് പോയേക്കാം.